എടാ ആയിട്ടാ സംഭവം മീം റിയാക്ട് ആണ്. നമ്മള് കോണ്ടന്റ് നിന്ന് മാറിപ്പോകുന്നു. കുറച്ച് ബെസ്റ്റിന്റെ കസേരക്കാരെ കുലുക്കും. ഏരിയ ഇങ്ങനെ ഇരുന്നാ മതി. കല്യാണം കഴിക്കണ്ടേ? കഴിക്കണം. നമ്മളെല്ലാരും കൂടി സിനിമ കാണാനോ വന്നിക്കുന്നു. ഇറങ്ങിട്ട് കല്യാണം മുളക്കും മാവാട്ടോ. മാമന്റെ രണ്ട് കൈയും കാണുന്നുണ്ട് ഇപ്പൊ. ഇവിടെ ഉണ്ട്. അവസാനം ഫുള്ള് അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ നടക്കാത്ത ഗോവ പ്ലാൻ പോലെ കുറെ കാലമായിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു പരിപാടിയാണിത്. ഗൈസ്, ഇറ്റ്സ് ഹാപ്പനിങ് ഫൈനലി. മലയാളീസ് റിയാക്ട് മേ റേ. ഇതാണ് നമ്മുടെ ഈ ഒരു സെഗ്മെന്റ്. ചെറിയൊന്നും വിളിക്കണ്ട, വീഡിയോ ഇട്. ഓക്കെ, അതാണ് നമ്മുടെ സെഗ്മെന്റിന്റെ പേര്. നമുക്ക് ഓരോരോ മീംസ് ആയിട്ട് കണ്ടുപോടാം. ഞാൻ ഇതിന്റെ സഞ്ചൊക്കെ ഒന്ന് കുറിച്ച് ഇവിടെ അവിടെ അല്ല ബന്ധറ അപ്പന അങ്ങനത്തെ സാധനങ്ങളായിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാന്ന് തോന്നുന്നു പാവം. ഇടയ്ക്ക് പോലീസിനായിട്ട് ബിഹേവ് ചെയ്തോ. ഇങ്ങനെ സാധനം കുറച്ച് നോക്കുമ്പോഴേ ST ഫോളോഡ് ദിസ് ഐഡിയ ചെയ്ത് ആ ഫ്രണ്ട് അതിന്റെ ഫ്രണ്ട് കോമഡിയാ. ഫ്രണ്ട് കാണിക്കുന്നുണ്ട്. അത് നോക്കി ഫ്രണ്ട് ഭാഗത്ത് കണ്ടിച്ചിരിക്കുന്നു. രാജന്റെ കറുത്ത കരകളാണ്. രാജന്റെ കറുത്ത കരകൾ എന്താണ് അതിന്റെ അവിടെ നിർത്തൂല. ഇതൊന്നൊരു ഫാഷൻ ആയിട്ട് അംഗീകരിക്കാൻ പറ്റൂല. എടാ ആയിട്ടാ സംഭവം മീം റിയാക്ട് ആണ്. നമ്മള് കോണ്ടന്റ് നിന്ന് മാറിപ്പോകുന്നു. നമ്മള് വേറെ എങ്ങോട്ടൊക്കെ യാത്ര ചെയ്തോണ്ടിരിക്കുകയാണ്. പിന്നെ കാണാൻ വേണ്ടി വെച്ചേ നിന്നോട് കയറി പോയതാ. കുറച്ച് കഴിയുമ്പോഴേ കുറച്ച് ബെസ്റ്റിന്റെ കസേരക്കാരെ കുലുക്കും. കണ്ണട കുറച്ച് കൂടി ഇപ്പൊ ചാർജ് ആ ഇരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഒരു തുള്ളി ബ്ലഡ് ഇല്ല. ഫുൾ ചാരായ. ബ്ലഡ് ഉണ്ടായിരുന്നെങ്കിൽ അയാളെ നിങ്ങളായിട്ട് കഷ്ടപ്പെടുത്തുമായിരുന്നോ? കണ്ണി ചോരയില്ലാത്തവൻ. അന്നെ കുറിച്ചാ മാമ ഫുള്ള് മദ്യപാന ആരോഗ്യ അതാണ്. Alexa, ligaw o ventilador. ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരി എന്ന നിലയ്ക്ക് ഞാൻ ഇതിനെ കുറ്റപ്പെടുത്തൂല. ആ ലീഫ് തെറിച്ചു പോയതാണത്. മൂപ്പരെ ഫൈനൽ പ്രൊജക്റ്റ് ആണെന്ന് തോന്നുന്നു. അല്ല നമ്മളെ റൂം പോലെ ഉണ്ട് പറഞ്ഞു. അതെ, അടുത്ത എടാ ഇഞ്ചക്ഷൻ ചേച്ചി നീ ടോപ്പിക്കിൽ നിന്ന് വല്ലാണ്ട് മാറുന്നു. ഞാൻ വീണ്ടും പറയുന്നു. സെപ്റ്റംബർ 10 മാമന്റെ രണ്ട് കൈയും കാണുന്നുണ്ട് ഇപ്പൊ. ഇവിടെ ഉണ്ട്. മാമ കുറച്ച് ബിസിയാണെന്നൊക്കെ. എടാ ഇതിനൊരു അവസാനല്ലേ? ഞാൻ അങ്ങനെ നോക്കി വിടും. മലയാളം വേറെ എന്റെ വീട്ടിൽ വന്ന് എന്റെ മോളത്തെ മുറിയിൽ താമസിച്ച് മാസ്റ്റുബേറ്റ് ചെയ്യാൻ അവിടെ പരിപാടി. പച്ചമലയിൽ പറഞ്ഞ വാണോടിക്കുക. आप जिस व्यक्ति से बात कर रहे हैं उन्होंने आपके कॉल को होल्ड पर रखा है. കഷ്ടം. മുതുകാടിന്റെ മാജിക് പോലെ ഉണ്ടല്ലോ. പാല് കടത്തി വിടുന്ന ഒരു മാജിക് ഉണ്ടായിരുന്നു പണ്ട്. കറക്റ്റ്. നമ്മുടെ ഗോവ പ്ലാനൊക്കെ ചെറിയ പ്രായത്തിൽ നടത്തണം. വലുതായി പോയാൽ അതൊക്കെയാണ് പ്രശ്നം. മിക്കയുടെ ബോട്ട് പറയുന്നു. നമ്മളെത്തുമ്പോ വീൽ ചെയറിലായിരിക്കണം. എങ്ങനെയാവില്ല പ്ലാൻ ചെയ്തെത്തുമ്പോ. പ്ലാൻ ചെയ്ത 90കളിലായിരിക്കും. നമ്മളെല്ലാരും കൂടി സിനിമ കാണാനോ വന്നിക്കുന്നു.
അല്ല ആരും ഒന്നും കോമഡി ഒന്നും പറയുന്നില്ല. ഈ സാധനങ്ങൾ പണ്ട് ചെറിയ ഫോണില് ഫണ്ണി കോമഡി വീഡിയോസ് പണ്ട് ബ്ലൂടൂത്ത് വഴി കഷ്ടപ്പെട്ട് ഇതൊക്കെ സെൻഡ് ചെയ്തെടുക്കൂ. ഈ സാധനം അല്ലേ ഫണ്ണി വീഡിയോസ് ഉണ്ട്. ഉണ്ണീനൊക്കെ ഇരുത്തിന്ന് ഉറങ്ങി നോക്കുവൻ റിയാക്ട് ചെയ്യാൻ കൊടുന്നതാ. ഉണ്ണീന് കാണാല്ലോ. വീഡിയോ ആക്ട്രസിന്റെ നെയിം നോക്കിട്ട് ആ വഴിക്ക് പോയിണ്ടോ? കാണാത്തത് പിന്നെ ആയിട്ടെടുത്ത് അയക്കേണ്ടി വരും. എന്താ ടൈമിങ് കേവിയ? ഈ വീഡിയോ വെച്ചപ്പോ തന്നെ ഈ വരുന്ന ഉറപ്പേനും. വെൽക്കം അമ്പാൻ നമ്മുടെ റിയാക്ഷൻ വീഡിയോയിലേക്ക് അതിലെത്തിയിരിക്കുകയാണ്. ഓക്കെ, ആ വീഡിയോ കേക്ക് വേണ്ടി ഒന്നും കൂടി ഇടുന്നതായിരിക്കും. ഇനി ഇന്റർനെറ്റ് കോമഡികൾ കേൾക്കുന്നത്. ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുന്നു. ഇങ്ങനെ ഇരുന്നാ മതി, കല്യാണം കഴിക്കണ്ടേ? കഴിക്കണം. അത് അഭിലാഷ് കേവിന്റെ കൗണ്ടറാന്ന് തോന്നുന്നു, അനിയന്റെ. ഞാൻ ആനന്ദിന്റെ ശബ്ദാന്നാ വിചാരിച്ചത്. ഞാനും അവനെ വിളിക്കാം, അവൻ റിയാക്ട് ചെയ്യും. ആ സെറ്റ് പ്ലേ ചെയ്യണ്ടേ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പെൺകുട്ടികളെ കണ്ടാണ്. ഇതിനോടൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചതാ അത്? ഞാൻ നേരത്തെ ഇല്ല, അതിൽ ആ ചോന്ന ഡ്രസ് ഇട്ട് നല്ല ഡാൻസറാണ്. ഞാൻ ഡ്രസ്സിന്റെ കളറുകൾ നോക്കിയില്ല. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഫാദേഴ്സ് ഡേ ആണ്. അപ്പൊ നമ്മുടെ കൂട്ടത്തിലെ ഫസ്റ്റ് ഫാദർ ആയ ദിനൂപിന് ആശംസകൾ അറിയിക്കുന്നു. അതെ, അല്ല ആയിട്ടെനിക്ക് വേണ്ട വെച്ചിട്ടല്ലേന്നോ അടുക്കായിരുന്നല്ലേ. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം. ഓരോന്ന് വാങ്ങി കൊടുക്കുമ്പോ ആലോചിക്കണം. Let's go to next movie. Next reel. ചെരുപ്പല്ല തെറിച്ചു പോയത്. ചെരുപ്പാ ഈ കൊറേ കട്ട് രാജ അഖിലേഷ് ഹോസ്റ്റലിലേക്ക് കിടക്കുമ്പോഴേ നമ്മള് പോകുന്നൊരു സീൻ ഓർമ്മ എലീനെ കണ്ടപ്പോ എന്താ മിക്കറിക്കിട്ട് കല്യാണം മുളക്കും ആവാട്ടോ. അതെ ചെരുപ്പാ തെറിച്ചു പോയത്. അതെ പൂജാരി നോക്കിയിട്ട് തോന്നുന്നു ബേക്കിലുണ്ട് അവസ്ഥ. നാട് വിടുന്നല്ലേ. ഇതിലൊരു കമന്റ് കണ്ടതാ, പൂജാരി ഇന്നേക്കൊരു പൊടി. ഉള്ളെടുത്ത് പോകണ്ട നെറ്റ് വേണ്ടി വരും. തെയ്യം കളിക്കാൻ നിൽക്കുന്നവരുണ്ട്. ആരാത്? മനു പറഞ്ഞ ആര് തോട്ടമ്പി കാണാൻ പോയാ? ഇല്ലടാ, ഇല്ല. ഞാൻ പോയിന്ന് കവിതയില് നൈസ് വിടാ. കലവപ്പണിയില്ല. എല്ലാരും പോയി കണ്ടാ മതി. സസ്പെൻസ് കളയല്ലേ? മഞ്ഞപ്പൊടി മൂപ്പര് വിചാരിച്ചു പൊറോട്ട കടിക്കാണ്. ഡയലോഗിനെ എന്താ ഇത് നേരത്തെ പോകുന്നത്?
അവസാനം ഫുള്ള് ഞാൻ സീരിയസ് ആയിട്ട് കാര്യം പറയട്ടാ. നമ്മുടെ അംഗൻവാടിന്റെ ഏരിയയില് ഗർഭിണികൾ വളരെ കുറവാണ്. 2 ഗർഭിണികളെ ഉള്ളൂ. അത് ഒന്ന് ഈ വാർഡിലും ഒന്ന് 5ാം വാർഡിലുമാണ്. അപ്പോൾ എല്ലാ അംഗൻവാടിയിലും ഒരുപാട് ഗർഭിണികളുണ്ട്. നമ്മുടെ ഏരിയയിൽ ഗർഭിണികളില്ല. അപ്പോൾ അത് ടീച്ചർക്ക് ഒരു മോശത്തരാണ്. അപ്പോൾ അതുകൊണ്ട് ഗൾഫിൽ നിന്ന് വന്നവരും ഇവിടെ ഉള്ളവരും എല്ലാവരും ഒന്ന് നന്നായിട്ട് പ്രയത്നിച്ചുകൂടിട്ടാ. കസ്റ്റമർ എക്വസിഷന്റെ ഏറ്റവും അങ്ങേ തലയാണിത്. അംഗനവാടിയിലേക്ക് പിള്ളേരെ കിട്ടാൻ വേണ്ടി ഇതൊക്കെ മോട്ടിവേറ്റ്. അംഗനവാടി വടകരയ്ക്ക് മാറ്റാൻ പറ്റുമോ? Hope you guys have enjoyed the video. ഒരുപാട് നല്ല മെമ്മറീസും മൊമെന്റ്സും പിന്നെ ഇതുപോലുള്ള കുറച്ച് നല്ല കോണ്ടന്റ്സും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ഈ ചാനൽ. ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. അടുത്ത എപ്പിസോഡ് കാണാനും ഇതുപോലുള്ള കോണ്ടന്റ്സ് തുടർന്ന് കാണാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. The only intention is to entertain you guys, so keep watching, keep supporting. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.